ഇവിടത്തെ ഏതെങ്കിലും കടം മുറ്റത്ത് പോകാൻ വേണ്ടി ഞാൻ എങ്ങനെ ഇറങ്ങണം? ഞാനാ കൊച്ചിക്ക് പോകാൻ എങ്ങനെ ഇറങ്ങണം? നമ്മുടെ യൂണിയൻ നെക്സ്റ്റ് ടൈം ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താവേ. അല്ല, അത് കോംബോ ഓഫറാ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിണ്ടാവില്ല ഞങ്ങൾ അങ്ങോട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. നമ്മൾ കൊച്ചിക്ക് പോകാനാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്നത്. കയ്യിലാകെ ലിക്വിഡായിട്ട് 100 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളത് വെച്ചിട്ട് ബസ്സിൽ കയറി. വീണ്ടും ലുലു ഈസ് ഓൺ. പൈസ ഇല്ലാണ്ട് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ പെരുമ്പാവൂർ പോയി ഞാൻ കോട്ടയം, ഇവള് പാലക്കാട്, അവള് പാലക്കാട്. നാണം വരുന്ന നാണം ചെക്കനെ കാണിക്കണം. തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഞങ്ങള് കൊച്ചിക്കും കല്യാണ പെണ്ണാണ്, ബ്രൈഡാണ്. മറ്റേ പാട്ട് എന്താണ്? Ali, don't make the screen. ചേട്ടന് അനിയനുണ്ടോ? അനിയൻ ഒരാളോ? പറ്റിച്ചില്ലെങ്കിൽ പറ്റിക്കാൻ പാടുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണോ പറ്റിക്കാൻ? മട്ടഞ്ചേരി പള്ളി പോലെ അല്ല, പ്രശ്നം ഞങ്ങളുടെ ആകെ 100 രൂപയുള്ളൂ. 100 രൂപയുള്ളൂ. സൂപ്പർ. അങ്ങനെ ഇഷ്ടം നോക്കാം അവിടെ നമ്മളത് തിരിച്ചിട്ട് ഒരു പ്രകടനം തന്നെ കൊച്ചി കഴിച്ചു വെക്കുന്നത്. ഇങ്ങനെ സ്പീഡ് പോവല്ലേ? അതൊക്കെ പോകും. കെയറിങ് ആയിട്ടാണ്. അതൊക്കെ പോണം. ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണി മതി അല്ലേ? ഞങ്ങൾക്ക് പ്ലീസും ഇവൾക്ക് 2 നൂഡിൽസ് മതി. എവിടുന്നാ കഴിക്കുന്നത്? എന്നാ കഴിക്കാം. കഴിച്ചിട്ട് പോവാം അല്ലേ? ഈ പെണ്ണുകാണലൊക്കെ നടന്ന സ്ഥിതിക്ക് അവരെ വിളിച്ചോ? സംസാരിക്കാനൊക്കെ ഉണ്ടാവില്ലേ? അത് നിങ്ങളൊരു 2 ചെറുക്കനും പെണ്ണും കുറച്ചു നേരം ഒറ്റയ്ക്ക് സംസാരിക്കും. എനിക്കൊരു ലൈം ജ്യൂസും കൂടെ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. കുറച്ചുകൂടെ സമയം കിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ. വൈകിട്ടത്തേക്ക് എന്താണ് വേണ്ടേ? അത് പറ്റില്ല. ഞങ്ങൾക്ക് പറ്റില്ല. ശരിക്കും ബസ് ഓടിക്കുന്ന ചേട്ടനെ അടിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് ഓരോ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിരുന്നു. നല്ലൊരു ഫണ്ണായിരുന്നു കേട്ടോ ഇന്നത്തെ ട്രിപ്പ്. അതായത് നല്ല അടിപൊളി ലൈഫിൽ ഇത്രയും നാള് പോയിട്ടുണ്ട്. പോകുമ്പോഴെപ്പോഴും എപ്പോഴും ഇങ്ങനെ ആരോട് നിൽക്കും. ഇപ്രാവശ്യം ഫുൾ ചിരിച്ചോണ്ടത് കാരണം ഫുൾ ഫണ്ണായിരുന്നു. ചെക്കനോടൊരു ബൈ പറ. ഓക്കെ, നമ്മൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അടിപൊളി ഒരു ബസ് ജേർണി ആയിരുന്നു. സോ ഫൺ. പപ്പടായിട്ട് വരും. എന്ന് വെച്ചാൽ അത് എത്ര വൈകുമാറും കാലം ഉണ്ടല്ലേ? ജീവിക്കരുത്. നമ്മളെപ്പോലെ എരന്ന് ജീവിക്കണം. അതാ എരന്ന് ജീവിക്കാൻ കുഴപ്പമില്ല, തെണ്ടരുത്. സോ നമ്മൾ മെട്രോയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ലുലുവിലേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. നമ്മൾ ലുലുവിൽ പോവാണ്. അങ്ങോട്ടാണോ? മെട്രോയിൽ കയറിയിട്ട് നമ്മൾ സ്ഥിരം കുറച്ച് ഫോട്ടോ എടുക്കലായിരുന്നു പണി. പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്ത് ഇത്ര ദൂരം നടന്നല്ലേ അങ്ങനെ അവിടെ ഇരുന്നു. എടപ്പള്ളി എത്തി ഗായ്സ്. ലുലു മാളിൽ പോകാനുള്ള വഴി അറിയാണ്ട് നടക്കുക. കിട്ടി.
പക്ഷെ അത് താഴെയാലോ. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പോടെ താഴെ ഇറങ്ങിയിട്ട് യെസ്. ഫൈനലി ലുലുവിൻ്റെ എൻട്രി കണ്ടുപിടിച്ച സന്തോഷമായിരുന്നു. ശരിക്കും രണ്ട് ബിൽഡിങ്ങിൻ്റെ നടുക്കെങ്ങാണ്ടായിട്ടാണ് ആ പാത്ത്. എങ്ങനെയാണ് എത്തുന്നത് എനിക്ക് ഇതുവരെ അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെത്തി. ഹൈപ്പർ മാർക്കറ്റിലോട്ട് നമ്മൾ പോയത് എന്തിനാ പോകുന്നത് അറിയത്തില്ല. അവിടെ കൂടെ എന്താ തോന്നുന്നത് അത് മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണാവോ തോന്നുക? പ്ലീസ് അല്ല എനിക്ക് കാണത്തെ എന്തെങ്കിലും കുറച്ച് മുന്നേ പറയാൻ വയ്യ, തണുത്തൊന്നും പാടില്ല. അതറിയില്ലേ 5 മിനിറ്റ്സിൽ ചേഞ്ച് ആവും. വേണ്ട, വെറൈറ്റി കുടിക്കണം. വെറൈറ്റി വേണം, വെറൈറ്റി. അത് ഗോലി സോഡ അത് വേണ്ട. നമ്മൾ ഇതുവരെ കുടിക്കാത്ത ട്രൈ ചെയ്യണം. അങ്ങനത്തെ വല്ല സാധനം ഉണ്ടോ? അങ്ങനെ ലുലു കയറി വെറൈറ്റി കുടിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ മേടിച്ച സാധനം കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ട്രോപ്പിക്കാനയുടെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ് ഞങ്ങൾ കണ്ടുപിടിച്ച വെറൈറ്റി. ഇതെന്താന്ന് വെച്ചാൽ കണ്ടോ, ഒരു നല്ലത് നടക്കുമ്പോൾ ഒരു മോശം നടക്കുന്ന പറഞ്ഞ കേട്ടില്ലേ, സത്യം കണ്ടോ. കുറച്ച് മുന്നേ എന്ത് സ്നേഹമായിരുന്നു നോക്കിയപ്പോൾ കരയിപ്പിച്ചു, അലി കരയിപ്പിച്ചു. മനസ്സിലായി ഇവിടെ ബ്ലഷൊക്കെ പോയി നോക്കട്ടെ. ചിരിക്കൂ കാണിക്കൂ. ഇതാണ് നീലി പോകുന്നുണ്ട്, നീലിയും കുടുംബവും. കുട്ടി ഇങ്ങനെ ആരെ കണ്ടാലും പെട്ടെന്ന് സ്പോട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഫൺ ടൂറിലേക്ക് പോയി. ഫുഡ് മുഖ്യം വയ്യല്ലേ? ഞാനും ഇപ്പൊ എടുക്കാം. ഫുഡ് വേണേ കഴിക്കാം. എന്തെങ്കിലും ചെറുത് നമ്മൾ സീറോ ഗ്രാവിറ്റി കയറാൻ പോവാണ്. എന്താവെന്നറിയില്ല. ഓക്കെ, ദാറ്റ് വാസ് റിയലി സൂപ്പർ ഫൺ ആയിരുന്നു. പിന്നെ നമ്മൾ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും വിശന്ന് ഭയങ്കര ടയർഡായിട്ടോ. നമ്മൾ ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് 4 പേർക്കും കൂടെ 2 ഫ്രൈഡ് റൈസ് മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഭയങ്കര ക്ഷീണമായി. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ലെൻസ് കാർട്ട് കണ്ടത്. അപ്പോൾ എനിക്കും അലിക്കും ഓൾറെഡി കണ്ണെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് ആയി എന്നിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലുലുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ മെട്രോ കയറിയില്ല, ജസ്റ്റ് അത് കൂടെ നടന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കഫേ കണ്ട് വെറുതെ അവിടെ പോയി കുറച്ച് ഷേക്കും ജ്യൂസൊക്കെ കുടിച്ച് സോ നമ്മൾ കൊച്ചി ഇറങ്ങി സീറോ ഗ്രാവിറ്റി കയറി. ഇപ്പോൾ രാവിലെ മൽക്കൊക്കെ കുടിച്ച് വെറുതെ ഇനി ബസ് കയറാൻ വേണ്ടി നടക്കുക. നമ്മളവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി കേട്ടോ. ഡയറക്റ്റ് നമ്മളുടെ കോളേജിൻ്റെ അങ്ങോട്ടുള്ള ഒരു ബസ് കിട്ടി. പിന്നെ നേരെ ബസ്സിൽ കയറി. അങ്ങനെ തിരിച്ച് നമ്മൾ കോളേജിൽ എത്തിയിരിക്കുകയാണ്. സങ്കടമൊന്നുമില്ല. നമ്മൾ ഒറ്റ മൈൻഡിൽ കൊച്ചി പോയി തിരിച്ച് കോളേജിൽ വന്നേക്കാണ്. സോ നമ്മുടെ പ്ലാൻ അൺപ്ലാൻ ട്രിപ്സ് ആർ ഓൾവേസ് ബെസ്റ്റ്. വീണ്ടും തെളിയിച്ചു. അതെനിക്ക് പറയാനുള്ളൂ. ബൈ. ഓക്കെ, അപ്പോൾ അടുത്ത അൺപ്ലാൻ ട്രിപ്പായിട്ട് വീണ്ടും വരാം. ബൈ.